പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന ഒരു ടോപ്പിക്കായിരിക്കും. നമ്മൾ ഇലക്ട്രീഷ്യന്മാരോ ടെക്നീഷ്യന്മാരോ സാധാരണ മോട്ടോർ സെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങളാണ്. സാധാരണ ഒരു സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ട് ഇതിന് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ എയറാണ്. അതായത് വലിയിടുന്ന ഭാഗത്തുള്ള എയർ കംപ്ലയിൻറ്റുകൾ, വാട്ടർസീൽ കംപ്ലയിൻറ്റുകൾ, അങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ട് ഇതിന് വരുന്നൊരു കംപ്ലയിൻറ്റ്. അതായത് മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്, വെള്ളം എടുക്കുന്നില്ല എന്ന് വരുന്ന ഒരു കോമൺ കംപ്ലയിൻറ്റ് ഇതായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, വാട്ടർ സീൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ബിനിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. ബിനിച്ചേട്ടനായിരിക്കും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. പ്രിയ സുഹൃത്തുക്കളെ, എൽദോസ് പറഞ്ഞ പോലെ നമുക്കിന്നൊരു മോട്ടർ എങ്ങനെ മോണോബ്ലോക്ക് പമ്പ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് കാര്യം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഇത് ആർക്കും പുതുതായിട്ട് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യം ഒന്നും ഉള്ളതല്ല. പക്ഷേ എപ്പോഴും പലരും പുതുതായിട്ട് വരുന്ന ഫീൽഡിലേക്ക് വരുന്നവർ ഇതിനെക്കുറിച്ച് ഒത്തിരി സംശയങ്ങളും മറ്റും നമ്മളുടെ അടുത്ത് കമൻസായിട്ടും അതുമായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. തിയററ്റിക്കലായിട്ട് പറയുന്ന ഒരു മോട്ടർ ഇവിടുന്ന് അതിൻ്റെ സെക്ഷനിൽ നിന്ന് ബെൻഡ് കൊടുത്ത് വെർട്ടിക്കലായിട്ട് ചെയ്യണമെന്നൊക്കെയാണ് കമ്പനിയുടെ ഇതും. അതുപോലെ നമുക്ക് മാനുവലായിട്ട് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസും എല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഫ്ലെക്സിബിൾ പൈപ്പ്, ഒന്നിലെ ഡ്യൂട്രോണോ അതുപോലെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഫ്ലെക്സിബിൾ പൈപ്പ്, അതിൽ ഇതേപോലെ ഹോസ് ഹോൾഡർ പിടിപ്പിക്കുക, സെക്ഷനിൽ ഫുഡ് വാൽവ് പിടിപ്പിക്കുക. ഇതിപ്പോൾ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മീറ്റർ പൈപ്പിൻ്റെ പുറത്ത് പിടിപ്പിച്ചേക്കണം കേട്ടോ. ഇതൊരു ഡെമോ ആയിട്ട് മാത്രം കണക്ക് കൂട്ടുക. എങ്ങനെ അത് തെറ്റുകൂടാണ്ട് പിടിപ്പിക്കുക എന്ന് മാത്രമേ ഇവിടെ മൈൻഡ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഒത്തിരി വലിയ തിയററ്റിക്കലായിട്ട് ഇതിനെ കണക്ക് കൂട്ടരുന്ന് പ്രത്യേകം അപേക്ഷിക്കണം. ആദ്യത്തെ കാര്യം, നമ്മൾ ഫുഡ് വാൽവ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തുടങ്ങാം. ഈ ഫുഡ് വാൽവിന് പല കമ്പനിക്കും പല പ്രശ്നങ്ങളുണ്ട്. ചിലത് ഫ്ലാപ്പ് ടൈപ്പ് ആയിരിക്കും, സ്പ്രിങ് ടൈപ്പ് ആയിരിക്കും. ഇത് ഒരു ഫ്ലാപ്പ് ടൈപ്പ് ഫുഡ് വാൽവാണ്. ഇതിൻ്റെ ഫുഡ് വാൽവ് ഓപ്പണിംഗ് ഈ വാഷ് ഇങ്ങനെ ഓപ്പൺ ആയാണ് മോട്ടറിൽ വെള്ളം സക്ക് ചെയ്യുമ്പോൾ ഈ വാഷ് ഓപ്പൺ ആയി കൊടുക്കുകയാണ്. ഫുഡ് വാൽവ് ലോക്ക് ആകുമ്പോൾ ഈ വാഷ് താഴേക്ക് വരും. ഈ ഫുഡ് വാൽവിൻ്റെ വാഷറിന് എന്തെങ്കിലും ലീക്കോ ബൾജിങ്, ഈ സൈഡിലൊക്കെ ബൾജിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വെള്ളം ലീക്കായി പോകും. അങ്ങനെയാണ് ഫുഡ് വാൽവിൻ്റെ വെള്ളം നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ചില കമ്പനികളുടെ ഫുഡ് വാൽവിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഫ്ലാപ്പ് വാഷ് ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ ഈ ഓസ് ഹോൾഡർ ഇവിടെ കണ്ടോ, ഈ ഓസ് ഹോൾഡറിൻ്റെ മൗത്തിൽ ചെന്നിട്ട് ഇവിടെ ക്ലോസ് ആയി പോകും. അങ്ങനെ വരുന്ന ചില കേസുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോട്ടറിൽ വെള്ളം ഇങ്ങനെ തള്ളി നിൽക്കും. മോട്ടർ എപ്പോഴും തുമ്മിയാണ് വെള്ളം എടുക്കുള്ളൂ. അല്ലെങ്കിൽ വെള്ളം എടുത്തു, വെള്ളം നിന്നുപോയി, മോട്ടർ കിടന്ന് ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുക, അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെ കാണിക്കും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തു, കണ്ടോ, ഈ ഫുഡ് വാൽവ് ലീക്കില്ല. മറ്റേ ഇതിൽ ഡ്രോപ്പ് ഉണ്ടാവും. ഇതിപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ പുറത്തിരിക്കുന്ന വെള്ളമാണ് ഡ്രോപ്പായി വീഴുന്നത്. അപ്പോൾ ഇത്രയും വെള്ളത്തിൽ ആ ഫുഡ് വാൽവ് ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ ഫുഡ് വാൽവ് നല്ല ഫുഡ് വാൽവ് ആണെന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. ഇനി അടുത്തത്, ഫുഡ് വാൽവ് നമ്മൾ ഓസ് ഹോൾഡറിൽ കണക്ട് ചെയ്യുന്നു. ഓസ് ഹോൾഡർ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ടെഫ്ലോണോ കോട്ടൺ വേസ്റ്റോ ഉപയോഗിച്ചിട്ട് ടൈറ്റായിട്ട് ലീക്കില്ലാത്ത രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഓസ് ഹോൾഡറും പൈപ്പുമായിട്ട് മസ്റ്റായിട്ട് ഷെല്ലാക്കി ഉപയോഗിച്ചിരിക്കണം. ടെഫ്ലോൺ ആണോ എന്തോ ആണെങ്കിൽ ഇതുപോലെ കറക്കി നോക്കുക. ഇപ്പോൾ ഈ കാണുന്നത് തെറ്റായൊരു നടപടിയാണ്. കണ്ടോ, ഓസ് ഹോൾഡർ കറങ്ങുന്നതുണ്ടോ? ഇത് തെറ്റായൊരു ഇതാണ്. ഇതിലൂടെ വെള്ളം ലീക്ക് ചെയ്ത് സെക്ഷൻ പൈപ്പിലെ വെള്ളം പുറത്തു പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് മോട്ടറിൻ്റെ സെക്ഷൻ ഫ്ലാഞ്ച് ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അഴിച്ചു വെച്ചേക്കണതാണ്. ഓസ് ഹോൾഡർ ചൂടാക്കി ഷെല്ലാക്കിയോ ടെഫ്ലോണോ ഉപയോഗിച്ച്, ഷെല്ലാക്കിയും ടെഫ്ലോണോ അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് പിന്നെ ഒരു കാരണവശാലും പൈപ്പ് താഴെ കണ്ട പോലെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ നിന്ന് സെക്ഷനിൽ എയർ എടുത്തിട്ട് മോട്ടർ നിന്ന് പോകും. ഡ്രോപ്പ് വേണമെന്നില്ല, ചെറിയൊരു നനവ് മാത്രമാണ് ഈ സെക്ഷൻ പൈപ്പിൻ്റെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഫുഡ് വാൽവ് ലീക്ക് ഉണ്ടെങ്കിൽ വെള്ളം കുറച്ചൊക്കെ പമ്പിൽ നിൽക്കും. കാരണം പൈപ്പിലെ വെള്ളം ലോഡ് ചെയ്തിരിക്കുന്ന വെള്ളം താഴെ ഇറങ്ങി പോകുന്നവരെ മോട്ടർ കംപ്ലയിൻറ്റ് കൂടാണ്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ അതല്ല ഉണ്ടാകുന്നത്. മോട്ടർ റൺ ചെയ്ത് സെക്കൻഡുകൾക്കകം തന്നെ മോട്ടർ ഡിസ്ചാർജ് നിന്ന് പോകും. ഇവിടെയും മസ്റ്റായിട്ട് ഷെല്ലാക്കി അപ്ലൈ ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഞാനിവിടെ ഫ്ലാഞ്ച് ലൂസ് ചെയ്ത് നിങ്ങളെ അത് കാണിച്ചു തരാം, മോട്ടർ എങ്ങനെയാണ് എയർ എടുത്ത് നിൽക്കുന്നതെന്ന്. ഇതുപോലെ ഒരു ലെയർ ഷെല്ലാക്കി ആഡ് ചെയ്യുക. എന്നിട്ട്
ഹോസ് ഹോൾഡർ പൈപ്പ് റേഞ്ചർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ചില സൈറ്റുകളിൽ നമ്മൾ കാണുന്ന വേറെ പ്രശ്നം ഫീൽ ചെയ്യുന്നത്, അതായത് ഈ ഹോസ് ഹോൾഡർ ഫ്ലാഞ്ചിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ, മൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലാഞ്ച് ചേരാതെ വരും. അപ്പോൾ ഒന്നേലും നമ്മളിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം ഹോസ് ഹോൾഡർ. അല്ലാതെ ഈ ഫ്ലാഞ്ച് വെച്ചുകൊണ്ട് ഈ ഹോസ് ഹോൾഡർ മുറിക്കാൽ ഈ ഫ്ലാഞ്ച് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഫ്ലാഞ്ച് ഇതിൽ നെറ്റ് ടൈറ്റായിരിക്കും, നെറ്റ് ടൈറ്റായിരിക്കും. ഇവിടെ ഹോസ് ഹോൾഡർ മുഴുവൻ സെൻറ്റർ ഇങ്ങോട്ട് വലിഞ്ഞിട്ട് ഫ്ലാഞ്ച് പൊട്ടിപ്പോകും. ഈ PVC ഹോസ് ഹോൾഡറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒതുങ്ങി ഇരുന്നെന്ന് വരാം, പക്ഷേ കാസ്റ്റ് അയണിൻ്റെ ഹോൾഡർ ആകുമ്പോൾ ഫ്ലാഞ്ച് പൊട്ടി തന്നെ പോകും. ഇതുപോലെ കറക്റ്റായിരിക്കണം. സെക്ഷൻ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ബെൻഡ്, നമ്മൾ വെള്ളം ഒഴിക്കാനുള്ള വാൽവുകൾ, ഇതെല്ലാം ഡെലിവറി സൈഡിൽ നിന്ന് ഒരു മോട്ടറിനുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും ഇവിടെ സെറ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്കിപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മുടെ ടെസ്റ്റ് സ്റ്റിക്ക് അവൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ മോട്ടറിൽ വെള്ളം ഫില്ല് ചെയ്യുക. വെള്ളം ഫില്ല് ചെയ്യാൻ മോട്ടറിൽ ചെറിയ അളവൊക്കെയാണെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇതാ ഈ ഫുഡ് വാൽവ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ തനിയെ വെള്ളം സക്ക് ചെയ്ത് ഫില്ലാവും. ഇപ്പോൾ കണ്ടോ, ഈ മോട്ടറിനകത്ത് വെള്ളം കയറി വരുന്നത് കണ്ടോളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ പമ്പ് വെള്ളം ഫില്ലായിട്ടുണ്ട്. നമ്മുടെ അസിസ്റ്റൻ്റ് ഇന്ന് നമുക്കുള്ള സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻ്റ് ആരാന്ന് ഇമാജിൻ ചെയ്തോളുക. ടെസ്റ്റിനുള്ള സെക്ഷൻ പൈപ്പ് ഇട്ടു. ഡെലിവറി ലൈൻ ഇത് ലോഡ് കിട്ടാൻ വേണ്ടി ഒരു അരയിഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ മോട്ടർ ഇരിക്കുന്ന പൊസിഷൻ സാധാരണ പലയിടത്തും കാണാറുള്ളൊരു കാഴ്ചയാണ് ഇതുപോലെ ഒരു ഇത്. പക്ഷേ ഇത് തെറ്റായ രീതിയാണ്. ഇത് തെറ്റായ രീതിയാണെന്ന് പറയാൻ കാരണം, ഈ മോട്ടറിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്താൽ ഈ ബെൻഡിൽ എയർ ബ്ലോക്ക് ഉണ്ടാവും. ആ എയർ ബ്ലോക്ക് ഇതാ നിൽക്കുന്നു. ഇതാണ്, ഇവിടെ നോക്കിയാൽ കാണാം. കണ്ടോ, വെള്ളത്തിൻ്റെ മൂവിങ് കാണാം. എനിക്ക് കണ്ടോ. ഇപ്പോൾ ഈ ഫുഡ് വാൽവിനകത്ത് ഇവിടം വരെ വെള്ളം ഫില്ലാണ്, ഇവിടെയും വെള്ളം ഫില്ലാണ്, ഇതിന് താഴേക്ക് വെള്ളം ഫില്ലാണ്. അതായത് പമ്പ് ലെവൽ വെള്ളം ഫില്ലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഡെലിവറി സൈഡിൽ വെള്ളം ഫില്ലായിട്ട് നമുക്ക് തോന്നും. ഈ കിടക്കുന്ന എയർ ബ്ലോക്ക് കാരണം മോട്ടോർ വെള്ളം എടുക്കില്ല. ഈ രീതിയിൽ വേണം നമ്മുടെ കിണറിലേക്കുള്ള സെക്ഷൻ പൈപ്പ് പോകാൻ. ഒരു കാരണവശാലും സെക്ഷൻ പൈപ്പ് മോട്ടറിൻ്റെ ഫ്ലാഞ്ച് ലെവലിൽ നിന്ന് മേളിലോട്ട് ഉയരരുത്. ഒരു 1/2 സെൻറ്റിമീറ്റർ പോലും ഉയരരുത്. ക്ലാസിക്കിൻ്റെ പ്രീമിയം മോഡൽ പമ്പാണ് നമ്മൾ ടെസ്റ്റിന് എടുത്തിരിക്കുന്നത്. ഓൺ ചെയ്തേ. ഇപ്പം നോർമലി ഈ പമ്പ് വർക്കിംഗ് ആണ്. ഇനി ഇതിന് സെക്ഷൻ എയർ പിടിച്ചാൽ കാണിക്കുന്ന ഒരു ലക്ഷണം. ഞാനിവിടെ പയ്യെ ഇതിൻ്റെ ഫ്ലാഞ്ച് ലൂസ് ചെയ്യാൻ പോവാണ്. ഇതാ വ്യത്യാസം നിങ്ങൾ കണ്ടോ, പമ്പ് എയർ എടുത്ത് നിന്നുപോയി. സൗണ്ട് വ്യത്യാസം. ഫുഡ് വാൽവ് ഇതേപോലെ കിടന്ന് കുടയുക, അങ്ങനെയുള്ള. ഒന്ന് ഓഫ് ചെയ്തേ. ഈ പൈപ്പിലുണ്ടായിരുന്ന വെള്ളം വീണ്ടും റിട്ടേൺ ഇറങ്ങി ഫ്ലാഞ്ച് ഫില്ലായിട്ടുണ്ട്. ഇവിടെ എന്നാൽ വല്ല ലീക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനില്ല. നിന്നു. ചെറിയ ഇപ്പം ഞാൻ കുറച്ചുകൂടെ ലൂസ് ചെയ്ത് ഇതാ ഡ്രോപ്പായിട്ട് അവിടെ വെള്ളം വീഴുന്നുണ്ട്. ഇതാ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വന്ന് മോട്ടോർ ഇപ്പോൾ അധികം താമസിയാതെ നിന്നു. കണ്ടോ, ഇതാണ് സെക്ഷനിൽ എയർ എടുത്താലുള്ള ലക്ഷണം. മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ആംബിയറാണ്. എത്ര ആംബിയർ ആ മോട്ടർ എടുക്കുന്നുണ്ടെന്ന്. ഇതിപ്പോൾ 2.93 ആംബിയറാണ് ഈ മോട്ടർ കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ നോർമലാണ്. അത് നമ്മുടെ പമ്പിൻ്റെ റേറ്റിംഗ് ആംബിയർ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 3 ആംബിയറാണ് പമ്പിൻ്റെ റേറ്റിംഗ് ആംബിയർ പറഞ്ഞേക്കുന്നത്.
ആ റേറ്റിംഗ് ആംബിയർ കൂടുതൽ വരുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. റേറ്റിംഗ് ആംബിയർ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ആ പമ്പ് ലോ ഹെഡോ എന്തെങ്കിലും അതിന് ഫോൾട്ട്. അപ്പോൾ ലോ ഹെഡ് ആണെങ്കിൽ അതിന് വാൽവ് വെച്ച് കൺട്രോൾ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പമ്പിൻ്റെ ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇവിടെ RC ഇട്ടത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന ഒരു എയർ കംപ്ലയിൻറ്റ് ഇവിടെയാണ് പമ്പിൻ്റെ വാട്ടർ സീൽ വരുന്നത്. ഈ ഭാഗത്ത് വാട്ടർ സീലിൻ്റെ കേസാണ് ഈ കാണുന്നത്. ഇവിടുന്ന് വെള്ളം ഡ്രോപ്പായി വീഴുകയോ അല്ലെങ്കിൽ നനവോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വാട്ടർ സീൽ ലീക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ ചാടിയതാണ്. അപ്പോൾ ഈ ഭാഗം ചെക്ക് ഡ്രൈ ആയിരിക്കുന്ന പമ്പിലാണ് ഇവിടെ തുരുമ്പോ എന്തെങ്കിലും കാണും. തുരുമ്പ് എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകിയ പോലെ ചെറിയ പാടോ അല്ലെങ്കിൽ ശക്തമായ ലീക്കോ എന്തെങ്കിലും ഒക്കെ കാണും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വാട്ടർ സീൽ കംപ്ലയിൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ആ വാട്ടർ സീൽ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നും ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാ പമ്പിൻ്റെ ഈ കേസ് അഴിച്ചെടുത്തു, ഓറിങ് മാറ്റി. ഇതുപോലെ 2 അടി കൊടുത്താൽ മതി. സംഭവം സിമ്പിളായിട്ട് അഴിഞ്ഞു വരും. നൊറയിലാണെങ്കിൽ ഇങ്ങനെ അടിക്കരുത് കേട്ടോ, ഒടിഞ്ഞു പോവും. അത് കറക്റ്റ് ടൂൾ ഉപയോഗിച്ച് തന്നെ ചെയ്യുക. എന്നിട്ട് ബാക്കിൽ സ്ക്രൂ ഡ്രൈവർ കൊടുത്തിട്ട് ലൂസായി കഴിഞ്ഞാൽ ഇമ്പലർ ഇങ്ങനെ കറക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഷാഫ്റ്റിൽ നിന്ന് ഊരിയെടുക്കുക. ഇതിനൊക്കെ കറക്റ്റ് ടൂൾസ് ഉണ്ട് കേട്ടോ. ഇതിപ്പം നമ്മൾ സാധാരണക്കാരൻ എങ്ങനെ പണിയാം എന്നുള്ളതാണ്. ഈ ഇരിക്കുന്ന സാധനത്തിനാണ് വാട്ടർ സീൽ എന്ന് പറയുന്നത്. ഇതിനെ ഇങ്ങനെ സാവകാശം മുകളിലോട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ പിടിച്ചാൽ ഇതിങ്ങനെ ഉയർന്നു വരും. ഈ സീലിനുണ്ടാകുന്ന ഡാമേജ് ഒന്നുകിൽ സീലിൻ്റെ ഈ ബേസിന് സ്ക്രാച്ച് വീഴും. ഇതതിൻ്റെ ബേസാണ്. ഈ ബേസിൽ മണലൊക്കെ കയറി കഴിഞ്ഞാൽ ഇവിടെ സ്ക്രാച്ച് വീണ് ഇതിന് തേയ്മാനം വന്നാൽ ഇതിൽ ലീക്ക് വരാം. അല്ലെങ്കിൽ ഇതിനകത്തൊരു റബ്ബറിൻ്റെ പോർഷൻ ഉണ്ട് ഈ സീലിൻ്റെ സെൻറ്റർ ഭാഗത്ത്. ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ആ റബ്ബറിന് വീണാലും സീല് ലീക്കാവും. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഈ ഷാഫ്റ്റ് ചിലയിടത്ത് കട്ടിങ്ങിൽ ലെങ്ത്ത് കൂടുതലുണ്ടാവും. അപ്പോൾ ഇമ്പലർ ശരിക്കും ഈ സീലിൻ്റെ ഫ്രണ്ടിൽ മൗത്തിൽ ടച്ച് ചെയ്ത് നിന്നാലേ ഈ സീൽ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്പ്രിങ് ആക്ഷനുള്ള സംഭവമാണ്. ഇതുണ്ട്, ഇത്രയും പ്ലേ ഉണ്ട് ഇതിന്. അപ്പോൾ ഈ മോട്ടറിൻ്റെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ആക്ഷനിൽ ഈ സീലിങ്ങനെ ഇത്രയും ഇങ്ങോട്ട് വലിഞ്ഞാലും മോട്ടറിന് എയർ കംപ്ലൈൻ്റ് ഉണ്ടാവുക. അങ്ങനെയുള്ള മോട്ടറുകളുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറെ എങ്ങും ലീക്ക് ഉണ്ടാവില്ല. സെക്ഷനിലോ ഭാഗത്തോ ഒന്നും ഒരു ലീക്കും കാണിക്കില്ല. കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മോട്ടർ എയർ എടുത്ത് നിന്ന് പോകും. അപ്പോൾ അങ്ങനെയുള്ളതിന് സീല് റീപ്ലേസ് ചെയ്ത് കളയുകയാണ് നല്ലത്. സീല് പല ടൈപ്പ് ഉണ്ട്. ഇത് RL ആണ്, ഇത് T ആണ്. ഇതുണ്ട്. ഈ സീലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിൻ്റെ റബ്ബർ വാഷിൻ്റെ പാക്കിങ് കുറച്ചുകൂടെ വ്യക്തമാവും. സെൻറ്റർ ഭാഗം ഇത് രണ്ടും ഇതിന് ഹൈറ്റ് മാറ്റമുണ്ട് അളവിൽ. പിന്നെ താഴെയുള്ള ഈ ബേസ്, ഇതൊരു റബ്ബർ ബേസിനുള്ളിലാണ് ഈ ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കിയിട്ട് ഇങ്ങനെ പയ്യെ സൈഡ് ഇപ്പം ഡാമേജ് ആയതാണെങ്കിൽ പിന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ്. പൊക്കിയെടുക്കുക. ഇതിനുള്ളിലൊരു റബ്ബറിൻ്റെ ബേസ് ഉണ്ടാവും സീലിൻ്റെ. പുതിയ സീല് മാറുമ്പോൾ ഇതെല്ലാം റീപ്ലേസ് ചെയ്ത് കളയാണ് നല്ലത്. ഇതാണ് അതിൻ്റെ താഴെ ഏറ്റവും ബേസായിട്ട് വരുന്ന റബ്ബർ ബുഷ്. ഇതിനുള്ളിലാണ് ഈ പോഴ്സലിൻ്റെ ബേസ് വരുന്നത്. ഈ പോഴ്സലിൻ്റെ ബേസിൻ്റെ മുകളിലായിട്ട് ഈ സീലിൻ്റെ ഇവിടെ ഇതും പോഴ്സലിൻ്റെ ഒരു പോർഷനാണ്. ഈ പോർഷൻ ഇവിടെ എന്തെങ്കിലും സ്ക്രാച്ച് വന്നാൽ ലീക്ക് ഉണ്ടാവും. അത്രയ്ക്ക് സ്മൂത്തായിട്ട് മൂവ് ഇതുണ്ട്. വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യേണ്ട ഒരു പോർഷനാണിത്. ഈ പോർഷൻ കറക്റ്റ് സീറ്റിംഗ് അല്ലെങ്കിൽ ഇതിൽ വെള്ളം വന്നിട്ട് സീൽ ലീക്കേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ റബ്ബർ പൊട്ടിയാലും ലീക്കേജ് ഉണ്ടാവും. ഇത് ആദ്യം നമ്മൾ ഇത് ക്ലീൻ ചെയ്യണം. കറക്റ്റായിട്ട് ഷാഫ്റ്റ് ക്ലീൻ ചെയ്തു. ആദ്യം റബ്ബർ പ്ലേസ് ചെയ്യുക. നമ്മൾ ബേസ് വയ്ക്കുമ്പോൾ ഒരു കാരണവശാലും സ്ക്രൂ ഡ്രൈവറിൻ്റെ ബ്ലേഡ് സൈഡ് ഉപയോഗിക്കരുത്. ഇത് ശരിക്കും വുഡൻ പീസാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതേപോലെ കോട്ടൺ ബേസ് വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവറിന് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡുകൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ബേസും റെഡിയായി. ഈ സീല് കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഈ ലെവൽ കറക്റ്റ് ചെയ്യുക. ചില സീല് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓവറായിട്ട് പ്രസ് ചെയ്യുക. ഇവിടെ ഒരു തിക്നെസ് സ്റ്റെപ്പ് പോലെ കാണാം. ഇത്
അധികമുണ്ടെങ്കിൽ നമ്മളൊരു വാഷ് ആഡ് ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള സെൻട്രിഫ്യൂഗൽ ആക്ഷനിൽ സീല് ഫ്രണ്ടിലോട്ട് വലിഞ്ഞിട്ട് ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസ് ഇതിലിപ്പോൾ കുഴപ്പമില്ല. ബാക്കിൽ കൂളിംഗ് ഫാനിൻ്റെ അവിടെ ലോക്ക് ചെയ്തിട്ട് ഇമ്പല്ലർ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫുഡ് വാൽവ് പലയിടത്തും നെറ്റ് കെട്ടില്ല. നെറ്റ് കെട്ടാതെ വരുമ്പോൾ ഫുഡ് വാൽവ് മണ്ണിൽ പോയി കുത്തിയിട്ട് ഈ ഇമ്പല്ലറിൻ്റെ ഈ ഉള്ളിൽ ഇവിടെ ഭയങ്കരമായിട്ട് കല്ല്, മണൽ, അങ്ങനെ വേറെ ചപ്പ് ചവറുകളൊക്കെ വന്നിട്ട് ബ്ലോക്കായി കാണാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ഡിസ്ചാർജ് ഉണ്ടാവില്ല. മോട്ടർ വർക്ക് ചെയ്യും, വെള്ളം അളവ് കുറവാണ്. അതായത് 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറഞ്ഞിടത്ത് ഇപ്പോൾ അരമണിക്കൂർ കൊണ്ടാണ് ടാങ്ക് നിറയണമെന്നൊക്കെ കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ അഴിച്ചിട്ട് ഈ പമ്പിൻ്റെ ഈ കേസ് അഴിച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ബ്ലോക്കുകളുണ്ടോ, ഇതിനുള്ളിലുള്ള ഈ ഹോളുകളിൽ എന്തെങ്കിലും വന്ന് ബ്ലോക്കായി നിന്നിട്ടുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഇത് ഓറിങ് പ്ലേസ് ചെയ്തു. ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ഇനിയും ഇതിനോടനുബന്ധിച്ച് വരുന്ന ചില കംപ്ലയിൻറ്റുകൾ കാണിക്കുന്ന കേസുകളൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ ഇവിടെ സാധിച്ചിട്ടില്ല. അപ്പോൾ വാട്ടർ സീൽ ചേഞ്ച് ചെയ്ത് ബിൻചേട്ടൻ അതിൻ്റെ കേസ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള കംപ്ലയിൻറ്റിൽ ഈ സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പിനെ സംബന്ധിച്ച് ഒരു 99% കംപ്ലയിൻറ്റും ഇതേപോലെയുള്ള സക്ഷൻ എയർ കാരണം വരുന്നതാണ്. അപ്പോൾ അത് പലപ്പോഴും കമ്പനികൾക്ക് ഇത് കമ്പനി വാറണ്ടിയിൽ വരുന്നതല്ല, കാരണം നമ്മളൊരു ഫിറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകളാണ്. അപ്പോൾ പലരും വിളിച്ചിട്ട് കസ്റ്റമേഴ്സിന് തന്നെ ബുദ്ധിമുട്ടാണ്. പുതിയ മോട്ടർ സെറ്റ് ചെയ്തു, മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, വെള്ളം എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമ്പനിയിൽ കംപ്ലയിൻറ്റ് ചെയ്യും. കമ്പനിയിൽ സൈറ്റിൽ ചെല്ലാൻ നേരത്ത് അവർ സർവീസ് ചാർജ് ചോദിക്കും. കാരണം ഇതൊരു കമ്പനി കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല, ഇത് മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റേ അല്ല. നമ്മൾ ഫിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ നമുക്കതിനെക്കുറിച്ചുള്ള അറിവ് കുറവിലും വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ സെക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് വെള്ളം എടുത്ത് പോകുന്നത്. ഇത് നമ്മളൊരു വലിയ സെക്ഷനുള്ള, അതായത് ഒരു സെക്ഷൻ കൂടുതലുള്ള ഒരു 7 മീറ്ററോ 8 മീറ്ററോ ആഴമുള്ള കിണറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയൊരു പിൻഹോൾ, ഒരു ചെറിയൊരു ലീക്കേജ് വരെ വളരെ സാരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇത് ഈ പറഞ്ഞ പോലെ വെള്ളം എടുക്കും, വെള്ളം നിന്നു പോകും, വെള്ളം എടുക്കും, നിന്നു പോകും, അതേപോലെയുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ തീർച്ചയായിട്ടും അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെയുള്ള കാര്യങ്ങൾ, അതിൽ ഈർപ്പം വന്നിട്ടുണ്ടോ, ലീക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ലെങ്തി വീഡിയോ ആണെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.